മിശ്ര വിവാഹങ്ങൾക്കെതിരെ വിവാദ പരാമർശവുമായി SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവിവാഹം നടത്തുന്നുവെന്നാണ് നാസർ ഫൈസിയുടെ ആരോപണം. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് CPM-ഉം DYFI-യും SFI-യുമാണെന്ന് നാസർ ഫൈസി ആരോപിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ സാരഥി സംഗമവേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് SYS നേതാവിന്റെ വിവാദ പരാമർശം. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവിവാഹം നടത്തുന്നു. ഹിന്ദു മുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ അത് മതേതരത്വമായെന്നാണ് ചിലർ കരുതുന്നത്. മഹല്ലുകൾ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ചില രാഷ്ട്രീയ കുടിലതന്ത്രങ്ങൾ കുറച്ചുനാളായി നടക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലേ ഭാരതീയ സംസ്കാരമാകൂ, മതേതരത്വമാകൂ എന്നതാണ് ചിലരുടെ കുടിലതന്ത്രം. പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും നേതാക്കളുടെ പിൻബലത്തിൽ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അമുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും മതനിഷേധത്തെ ചെറുക്കാൻ മഹല്ല് കമ്മിറ്റികൾ ശക്തമായി സംഘടിച്ചേ മതിയാകൂവെന്നാണ് നാസർ ഫൈസി ആഹ്വാനം ചെയ്തത്. ഇതാദ്യമായല്ല നാസർ ഫൈസി കൂടത്തായി CPM-നെതിരെ രംഗത്തുവരുന്നത്. മുമ്പും സമാന വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. മതനിരാസത്തിന്റെയും മതവിരുദ്ധതയുടെയും ഭാഗമാണ് കമ്മ്യൂണിസം. ക്യാമ്പസുകളിൽ SFI മതനിരാസം പ്രചരിപ്പിക്കുകയാണ്. കമ്മ്യൂണിസത്തിലേക്കുള്ള ചിലരുടെ നീക്കം അപകടം ചെയ്യുമെന്നും നാസർ ഫൈസി ആരോപിച്ചിരുന്നു. മുസ്ലിം ലീഗും സമസ്തയും ഒത്തൊരുമിച്ചപ്പോഴാണ് കേരളത്തിൽ നവോത്ഥാനമുണ്ടായത്. പാണക്കാട് കുടുംബവുമായുള്ള സമസ്തയുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുമെന്നും നാസർ ഫൈസി പറഞ്ഞിരുന്നു. ഹമാസിനെ ഭീകരവാദികളാക്കിയ ശശി തരൂരിനെതിരെയും ഫൈസി ശക്തമായ ഭാഷയിൽ രംഗത്തു വന്നിരുന്നു.